കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളടക്കം ഇപ്പോൾ നമുക്ക് BT ബൽറാമിനെ കാണാം. പണക്കാട് സദിഖിലെ തങ്ങളെ കാണാനായി പാണക്കാട് എത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. നിരവധി സ്ഥാനാർത്ഥികൾ അങ്ങോട്ടേക്ക് പാണക്കാട്ടേക്ക് എത്തുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം. എൽദോസ് കുന്നപ്പള്ളിക്കായി കളത്തിറങ്ങിയ യാക്കോബായ സഭ എൽദോസിന് പെരുമ്പാവൂരിൽ സീറ്റ് നൽകണമെന്ന് സഭാ നേതൃത്വം KPCC അധ്യക്ഷരോട് ആവശ്യപ്പെട്ടു. മുഹമ്മദ് ഷിയാസിനെ പെരുമ്പാവൂരിൽ പരിഗണിക്കുന്നുവെന്ന നീക്കങ്ങൾക്കിടെയാണ് സഭാ നേതൃത്വത്തിന്റെ ഇടപെടൽ. തന്റെ വിശ്വസ്തന് സീറ്റ് ഉറപ്പിക്കാൻ VD സതീശൻ നടത്തുന്ന നീക്കങ്ങളോട് പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും എതിർപ്പുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, സതീശന് തട്ടകമായ എറണാകുളത്ത് സീറ്റ് തർക്കങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. നിരവധി സീറ്റുകളിൽ തട്ടി കാര്യങ്ങൾ ഇങ്ങനെ മുടങ്ങി നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രാദേശികമായ എതിർപ്പുകൾ? രഞ്ജിത്ത്, ഇപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൽ സീറ്റ് തർക്കങ്ങൾ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശം എറണാകുളമാണെന്ന് പറയാം. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്വന്തം ജില്ല എന്നെല്ലാം പറയുന്നിടത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട 4 സീറ്റുകളിലേക്ക് ഇതുവരെയും സ്ഥാനാർത്ഥി നിശ്ചയം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ്. പെരുമ്പാവൂരും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയും വൈപ്പിനും കൊച്ചിയിലും ഈ രീതിയിൽ തന്നെ ആര് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ രൂപത്തിലേക്ക് വന്നിട്ടില്ല. നേരത്തെ സിറ്റിംഗ് MLA-മാരുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പെരുമ്പാവൂരിൽ അത് പക്ഷേ പ്രശ്നമായി. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ലഭിച്ചേക്കാമെന്നുള്ളൊരു പ്രതീക്ഷ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ കേന്ദ്ര നേതൃത്വം അതിനോട് അസംതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ്, അത് പരസ്യമായതോടെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന കേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം എന്നതെല്ലാം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. പക്ഷേ അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് എൽദോസിനോട് അടുപ്പമുള്ളവർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. അത് പ്രത്യേകിച്ച് ആ സീറ്റ് നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്നത് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയാണ് എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ, ചില പറച്ചിലുകൾ കൂടിയുണ്ട്. ഷിയാസ് VD സതീശൻ്റെ ഏറ്റവും അടുത്തൊരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മണ്ഡലം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് എന്നത് ഒരു ആക്ഷേപമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ യാക്കോബായ സഭ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ഇടപെടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. യാക്കോബായ സഭയ്ക്ക് കൃത്യമായ വളരെ മേധാവിത്വമുള്ള ഒരു മേഖല കൂടിയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. എൽദോസ് യാക്കോബായ സമുദായ അംഗം കൂടിയാണ്. അപ്പോൾ ഒരു സമുദായ അംഗത്തെ ഈ രീതിയിൽ മാറ്റി നിർത്തരുത് എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് വിജയസാധ്യതകൾ എൽദോസ് കുന്നപ്പള്ളിക്കുണ്ട് എന്ന് പലരും തന്നെ അവിടെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് ഐ ഗ്രൂപ്പ് ആണ്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഐ ഗ്രൂപ്പിന് തന്നെ പരിഗണിക്കണം എന്നൊരു ആവശ്യവുമായിട്ട് ഐ ഗ്രൂപ്പും ഇതോടൊപ്പം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ അവിടെ ഐ ഗ്രൂപ്പുകാരനായ മനോജ് മൂത്തടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഐ ഗ്രൂപ്പുകാരനായ ഉല്ലാസ്, ഇവർ രണ്ടുപേരെയും തന്നെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു അതിനു മുകളിലേക്ക് ഒരുപക്ഷെ മുഹമ്മദ് ഷിയാസ് വരാനുള്ളൊരു സാധ്യത വളരെ സജീവമായിട്ട് തന്നെ. തീർച്ചയായും ഇപ്പോൾ രമേശ് പിഷാരടി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.